നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധനപരമായോ അല്ലെങ്കിൽ മറ്റ് ഉയർച്ചകളോ ഈശ്വരാനുഗ്രഹത്താൽ കടന്നു വരുന്നതിന് മുൻപ് ചില സൂചനകൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകടമാകും എന്നതാണ്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധന നേട്ടങ്ങൾ വന്ന് ചേരുന്നതിന് മുൻപ്, ധനികരാകുന്നതിന് മുൻപ് നിങ്ങൾ കാണുന്നതായ ആ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ദേവിയെ വന്ദിക്കുക. ധാരാളം പണം നിങ്ങളെ കൈവശം വന്ന് ചേരുന്നതിന് മുൻപ് കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന്, നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ കളഭത്തിൻ്റെ സുഗന്ധം അല്ലെങ്കിൽ സുഗന്ധം ആ വീടുകളിൽ ധാരാളമായി പരക്കുന്നു എന്നതാണ്. ആ വീടുകളിൽ ഈശ്വരാനുഗ്രഹമുണ്ട്, ഈശ്വര ചൈതന്യമുള്ള ഗൃഹമാണ് എന്നും ആ കുടുംബത്തിലെ അംഗങ്ങൾ ഈശ്വര കടാക്ഷമുള്ളവരാണ് എന്നും അതവരുടെ ജീവിതത്തിൽ പ്രവൃത്തികളിൽ പ്രകടമാകും എന്നും അർത്ഥമാക്കാം. അതവർക്ക് നേട്ടങ്ങളും ഉയർച്ചയും ജീവിതത്തിലേക്ക് പകർന്നു നൽകും. അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളോ ആയോ അവരുടെ ജീവിതത്തിലേക്ക് അത്തരം കാര്യങ്ങൾ കടന്നു വരും എന്നതാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഇത്തരത്തിൽ സുഗന്ധം അനുഭവപ്പെടുന്നു എങ്കിൽ അതൊരു ശുഭ സൂചകം തന്നെയാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് വഴിയിൽ നിന്നോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നാണയം അല്ലെങ്കിൽ പണം കളഞ്ഞു കിട്ടുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ, അതായത് ലഭിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ശുഭ ലക്ഷണമാണ്. എന്നാൽ വലിയ തുകയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ അത് ആരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടോ അവരിലേക്ക് തന്നെ തിരികെ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതല്ല, നാണയം, ഒരു നോട്ട് ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ അത് ശുഭ സൂചകം തന്നെയാണ്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് എന്നും അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ ദേവതയുടെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് ശുഭകാര്യങ്ങൾ, പ്രത്യേകിച്ചും ധനനേട്ടങ്ങളോ മറ്റ് സൗഭാഗ്യങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ്. ഇപ്രകാരം നിങ്ങൾക്ക് നാണയം അല്ലെങ്കിൽ നോട്ട് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഇടത്ത് സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. നാണയമാണ് എങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ വച്ചതിന് ശേഷം അതെടുത്ത് പണം സൂക്ഷിക്കുന്ന ഇടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ സൂക്ഷിക്കാവുന്നതാണ്. പണം സൂക്ഷിക്കുന്ന ഇടത്ത് വയ്ക്കുന്നത് കൂടുതൽ ശുഭകരമായി തീരും. മറ്റൊന്ന്, തുളസിയുമായി ബന്ധപ്പെട്ടാണ്. ഒരു വീട്ടിൽ ധാരാളമായി തുളസി പൂക്കുന്നു എങ്കിൽ അത് ആ വീട്ടിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഏറ്റവും ഐശ്വര്യപ്രദമായ കാര്യങ്ങളുടെ സൂചന തന്നെയാണ്. മഹാലക്ഷ്മി ദേവിയുടെ, ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം ആ ഭവനങ്ങളിലുണ്ട് എന്നും അത് നിങ്ങൾക്ക് ശുഭകരമായി വന്ന് ഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. എന്താണ് പ്രധാനമായും സംഭവിക്കുക എന്ന് നോക്കാം. അത് ധനനേട്ടങ്ങളിലേക്ക് വഴിയൊരുക്കാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വന്നു ചേരും. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ നിങ്ങൾക്ക് അത് നേട്ടങ്ങളായി, സൗഭാഗ്യങ്ങളായി വന്ന് ഭവിക്കുന്നതുമാണ്. അത്തരം ശുഭകാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേകമായ പ്രകാശം, ചൈതന്യം അനുഭവപ്പെടും എന്നുള്ളതാണ്. അത് നിറവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതല്ല, പ്രത്യേകമായി നിങ്ങൾക്ക് ഒരു മാറ്റം അനുഭവപ്പെടും എന്നുള്ളതാണ്. ചില അവസരങ്ങളിൽ മറ്റുള്ളവർ പോലും ഈ കാര്യം നിങ്ങളോട് പരാമർശിക്കുന്ന സാഹചര്യം വന്നു ചേരാം. അതായത് മറ്റുള്ളവർക്ക് പോലും ഇത് അനുഭവവേദ്യമാകും എന്നുള്ളതാണ് വാസ്തവം. ഇപ്രകാരം നിങ്ങൾക്ക് മുഖത്ത് പ്രത്യേകമായ ഐശ്വര്യം അനുഭവപ്പെടുന്നു എങ്കിൽ അതും ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നല്ല
നല്ല ശീലങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ തനിയെ എടുക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ ജീവിതത്തിൽ അത്തരം ശീലങ്ങൾ തുടർന്നും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾക്കായിരിക്കും നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. തീർച്ചയായും അത് നിങ്ങൾക്ക് ശുഭകരമായ കാര്യം തന്നെയാണ്. ആ നല്ല ശീലങ്ങൾ, സൽചിന്തകൾ, സൽപ്രവൃത്തികൾ നിങ്ങൾക്ക് കൂടുതലായും പ്രവർത്തിക്കാൻ സാധിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന ഈശ്വരാനുഗ്രഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥമാക്കാം. തീർച്ചയായും അത് ശുഭഫലങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുക. അത് നേട്ടങ്ങളായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങൾക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ശുഭകാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായും സംഭവിക്കുക എന്നും അർത്ഥമാക്കാം. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഇഷ്ടദേവതയുടെ ചിത്രം അത്തരത്തിൽ ലഭിക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ ചിത്രമാണ് എങ്കിലും, അതെല്ലാം മറ്റ് ദേവതാ ചിത്രങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ സൂചനയാണ്. ഭാഗ്യം നിങ്ങൾക്ക് തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്നതായ ചില കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതുമായി ബന്ധപ്പെട്ടുമാകാം. ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നതാണ് വാസ്തവം. ശുഭ ലക്ഷണം തന്നെയാണ്. കൂടാതെ നിങ്ങൾ എത്ര പണം ചിലവാക്കിയാലും ബാക്കി പണം വരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുമാണ്. നിങ്ങൾ പണം ചെലവാക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് പണം കൈകളിലേക്ക് പല വഴികളിലൂടെയും വന്നു ചേരാം. അല്ലെങ്കിൽ എത്ര ചെലവാക്കിയാലും പണം ബാക്കി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പണം നിൽക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ആവശ്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. അല്ലലില്ലാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ ആവശ്യങ്ങൾ വന്നു ചേരുമ്പോൾ പല വഴികളിലൂടെയാണ് എങ്കിലും പണം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം വന്ന് ചേരാവുന്നതുമാണ്. അതും ശുഭ സൂചകം തന്നെയായി പരാമർശിക്കാം. ചില കാര്യങ്ങൾ തിരികെ ലഭിക്കില്ല എന്ന് വിചാരിക്കാം. അതായത് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് തിരികെ ലഭിക്കില്ല, അത്തരമൊരു ചിന്താഗതിയിൽ നിൽക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും അവിചാരിതമായി നിങ്ങൾക്ക് പണം ലഭിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. അതായത് പണം, നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം തിരികെ നിങ്ങളുടെ കൈവശം വന്ന് ചേരുന്നു എന്നതാണ് വാസ്തവം. ഇപ്രകാരം വന്നു ചേരുന്നു എങ്കിൽ അതും ശുഭ സൂചകം തന്നെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ കടന്നു വരുന്നു എന്ന സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വീടുകളിൽ പ്രത്യേകിച്ചും ധാരാളമായി ശംഖുപുഷ്പം, വെള്ള ശംഖുപുഷ്പമാണ് എങ്കിലും പൂക്കുന്നു എങ്കിൽ അത് ശുഭ സൂചകം തന്നെയാണ്. ഈശ്വരാധീനം നിറഞ്ഞ ഭവനമാണ്, ഈശ്വരാധീനം നിറഞ്ഞ ഭൂമിയാണ് നിങ്ങൾ വസിക്കുന്നത് എന്നും അർത്ഥമാക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായത് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. ഏറ്റവും ശുഭ സൂചകമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ നിങ്ങളുടെ വീടുകളിൽ നിരന്തരമായുള്ള ഉപ്പൻ്റെ സാന്നിധ്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന മഹാഭാഗ്യത്തെ, ശുഭകരമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതുമാണ്. അപ്രതീക്ഷിതമായി ഭാഗ്യം തുണയ്ക്കുകയോ ധനനേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. കൂടാതെ കീരിയെ നിങ്ങളുടെ വീടുകളിൽ കാണുന്നതും ശുഭകരമാണ്. സാക്ഷാൽ കുബേരദേവനുമായി ബന്ധപ്പെട്ട കീരിയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളിലേക്ക് ധനപരമായ നേട്ടങ്ങളോ മറ്റ് സൗഭാഗ്യങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ്.
അതിനാൽ വന്നു ചേരുന്നതായ ആ അവസരങ്ങൾ അത് കൃത്യമായി തന്നെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക.